സൈന്യവും പോലീസും പോലെ ആർഎസ്എസും ഭാരതത്തിന്റെ സംരക്ഷണ കവചമെന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി കെ.ടി. തോമസിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് സർക്കാർ ദത്താത്രേയ ഹൊസബളെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർഎസ്എസ് രാഷ്ട്രത്തിന്റെ പുനരുജ്ജീവനത്തിലുള്ള സംഘടന കൂടിയാണെന്നും ദത്താത്രേയ ഹൊസബളെ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ സ്വയം സേവക സംഘം 2018 കോട്ടയത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കെ.ടി. തോമസ് നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആർഎസ്എസ് സർക്കാർ ദത്താത്രേയ ഹൊസബളെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സംസാരിച്ചത്. പോലീസും സൈന്യവും പോലെ ആർഎസ്എസും ഭാരതത്തിന്റെ സംരക്ഷണ കവചമെന്ന കെ.ടി. തോമസ് വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യവും സുരക്ഷയും ഒരേപോലെ ഉറപ്പാക്കുന്ന സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്നും കെ.ടി. തോമസ് ചൂണ്ടിക്കാട്ടിയതായി സർക്കാർ പറഞ്ഞു. കെ.ടി. തോമസ് പറഞ്ഞതിനുമപ്പുറം ആർഎസ്എസ് രാഷ്ട്രത്തിന്റെ പുനരുജ്ജീവനത്തിനുള്ള സംഘടന കൂടിയാണെന്ന് ദത്താത്രേയ ഹൊസബളെ പറഞ്ഞു. എല്ലാ ഗ്രാമങ്ങളിലും ആർഎസ്എസിന്റെ ശാഖകൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വിദൂരമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 വിജയദശമി ദിനത്തിൽ ആർഎസ്എസ് ആരംഭിച്ച് 100 വർഷങ്ങൾ തികയുകയാണ്. ശതാബ്ദി വർഷത്തിൽ ശാഖകളുടെ എണ്ണം 1 ലക്ഷമാക്കി ഉയർത്തുവാനുള്ള പദ്ധതികളാണ് ആർഎസ്എസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ജനം, ഡൽഹി.